ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ജി കെ ക്ലാസ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ജി കെയില് പുതിയ ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോവുകയാണ്. യൂണിറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ജി കെ വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. വളരെ നല്ല മിടുക്കികളും മിടുക്കന്മാരുമായ കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് ടേമിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയാലോ? ഹൗ ടു പ്രിപ്പയർ ദാറ്റ്? നമ്മൾ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുക? പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ബാക്കി പോർഷൻസ് കൂടെ കവർ ചെയ്യണം. എന്നിട്ട് നമ്മൾ സെക്കൻഡ് യൂണിറ്റിനും ടേമിനുമായി ഇനി പഠിക്കാൻ പോകുന്നതുമായ സബ്ജക്ട്സിനെ കോത്തിണക്കി മുഴുവനും ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് എക്സാമിന് പ്രിപ്പയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇതിലെ 10th ചാപ്റ്റർ, ടേമിനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് അറിയാമോ? കാർട്ടൂൺസ് ആണ്. എന്താണ് കാർട്ടൂൺസ്? ഡു യു വാച്ച് കാർട്ടൂൺസ്? നിങ്ങൾ കാർട്ടൂൺ കാണാറുണ്ടോ? ഉണ്ട്. Yes, you watch cartoon. And which is your favorite cartoon character? Which is your favorite character? Mine is Mr. Bean. Mr. Bean is my favorite character. Okay. മിസ്റ്റർ ബീനെ കുറിച്ച് അറിയാമോ? ഇപ്പം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പണ്ട് പോഗോ എന്ന് പറയുന്ന ചാനലിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് മിസ്റ്റർ ബീൻ. ആൻഡ് ദാറ്റ് വാസ് മൈ ഫേവറേറ്റ് കാർട്ടൂൺ ടു. Okay. And it's very interesting actually. There is a man who is very funny and doing very comic actions and so, and he have a Teddy a doll. Okay, and it's very interesting to watch. And there are a lot of characters here. Let's see. The first one is Batman. ആരുടെങ്കിലും ഫേവറേറ്റ് ആണോ ബാറ്റ്മാൻ? ബാറ്റ്മാൻ ആരുടെങ്കിലും ഫേവറേറ്റ് ആണോ? ഹൗ ഇറ്റ് ലുക്സ്? ബാറ്റ്മാൻ എങ്ങനെ ഉണ്ടാവും? ബാറ്റ്മാൻ ബാറ്റിനെ പോലെ ഉണ്ടാവും അല്ലേ? ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വവ്വാലാണ്. എന്താണ്? വവ്വാലാണ്. ബാറ്റ്മാൻ ലുക്സ് ലൈക്ക് എ ബാറ്റ്. ഓക്കെ, പെട്ടെന്ന് എനിക്ക് വന്നത് വവ്വാലിലാണ്. ഇംഗ്ലീഷ് പറയുന്നതിനിടയിൽ വവ്വാൽ എന്ന് എന്തോന്നാണ് ഞാൻ ഒന്ന് സ്റ്റക്ക് ആയത്. ഓക്കെ, ദാറ്റ് ഈസ് ബാറ്റ്. ഓക്കെ, ആൻഡ് ബാറ്റ്മാന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയോ? ബാറ്റിന്റെ സ്പെല്ലിംഗ് അറിയാൽ ബാറ്റ്മാന്റെ സ്പെല്ലിംഗ് ഈസിയാണ്. ബാറ്റിന്റെ സ്പെല്ലിംഗ് BAT ബാറ്റ്. ഓക്കെ, ആൻഡ് മാൻ എന്ന് പറയുമ്പോൾ MAN മാൻ. ബാറ്റ്മാൻ. ബാറ്റ്മാൻ ജോയിൻ ആകുമ്പോൾ BATMAN ബാറ്റ്മാൻ എന്ന് എഴുതും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ. ഹിസ് Ben 10. Who is that? Ben 10. ബെൻറ്റനെ അറിയില്ല? എല്ലാവർക്കും അറിയാമോ? അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട് അല്ലെ? ബെൻറ്റൻ ഹിസ് എ സൂപ്പർ ഹീറോ അല്ലേ? Ben 10 കുറെ പവേഴ്സ് ഉള്ള, കയ്യിലൊരു വാച്ച് ഒക്കെ ഉള്ള അല്ലേ? ഹിസ് വെരി പവർഫുൾ മാൻ, പവർഫുൾ ബോയ് അല്ലേ? ബെൻറ്റൻ. ബെൻറ്റന്റെ സ്പെല്ലിംഗ് എന്താ? BEN 10. ഓക്കെ, ആൻഡ് അടുത്തത് ബഗ്സ് ബണ്ണി. ആരാണ്? ബണ്ണിയാണ്. ആരാണ് ആ ബണ്ണി? ബഗ്സ് ബണ്ണി. ബഗ്സ് ബണ്ണി അറിയാലോ, നമ്മുടെ മുയൽക്കുട്ടൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടാവും? എപ്പോഴും ഒരു ക്യാരറ്റ് ഒക്കെ ഉണ്ടാവും അല്ലെ? ക്യാരറ്റും ചവച്ച് ഇങ്ങനെ ഇരിക്കുന്ന നീണ്ട പല്ലുകളുള്ള ബഗ്സ് ബണ്ണി. ബഗ്സ് ബണ്ണിയുടെ സ്പെല്ലിംഗ് എന്താ? BUGSBUNNY ബഗ്സ് ബണ്ണി. ആൻഡ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ചോട്ടാ ഭീം. ആരാണ്? ചോട്ടാ ഭീമാണ്. ചോട്ടാ ഭീമിനെ കുറിച്ച് ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ എന്തുണ്ടായിരുന്നു? ഒരു റൂമർ പബ്ലിഷ് ആവുന്നുണ്ടായിരുന്നു. എന്താണ്? പ്രിൻസസ് ഇന്ദുമതിനെ വിട്ടിട്ട് നമ്മുടെ ചുട്കയെ വിട്ടിട്ട് പ്രിൻസസ് ഇന്ദുമതിനെ ചോട്ടാ ഭീം മാരേജ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈറലായിരുന്നു. കണ്ടിരുന്നോ അതിനെ കുറിച്ച് ആരെങ്കിലും? കണ്ടവരുണ്ടല്ലേ? അപ്പൊ അതെന്തായിരുന്നു? ആക്ച്വലി അങ്ങനെ ഒന്നും എന്തിലും നടക്കുന്നില്ല. ചോട്ടാ ഭീം എന്ന് പറയുന്ന ക്യാരക്ടറിന് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഒന്നും ഇതുവരെയും അങ്ങനെ ഒരു മാരി സെക്ഷനിലേക്കൊന്നും സ്റ്റോറി പോയിട്ടില്ല. പോണെന്ന് പ്ലാനും ഇട്ടിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. അത് ആരോ കാർട്ടൂൺ അനിമേറ്റ് ചെയ്ത് ഉണ്ടാക്കി റിലീസ് ചെയ്തതാണ്. അത് ആക്ച്വൽ ഒറിജിനൽ ആയിരുന്നില്ല. ഓക്കെ, അത് ചോട്ടാ ഭീമാണ്. ചോട്ടാ ഭീമിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ലഡ്ഡൂസ് കഴിക്കും അല്ലെ? എവിടെ നിന്നുള്ള ലഡ്ഡു ആണ് കൂടുതലായും കഴിക്കാറുള്ളത്? ചുട്കയുടെ വീട്ടിൽ നിന്നുള്ളതാണ്. ഓക്കെ, ചോട്ടാ ഭീമിന്റെ സ്പെല്ലിംഗ് എന്താണ്? CHOTABHEEM ചോട്ടാ ഭീം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡഫി ഡക്ക്. ഡഫി ഡക്ക് എങ്ങനെ ഉണ്ടാവും? ഒരു ബ്ലാക്ക് കളറുള്ള ഡക്കാണ് അല്ലെ? അങ്ങനെ സ്കെൽറ്റൻ ആയ ഒരു ഡക്ക്. ആൻഡ് അതിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? DAFFYDUCK ഡഫി ഡക്ക്. And the next one is also a duck. Who is that? Donald Duck. ആരാണ്? Donald Duck. That blue color കോട്ട വിട്ടിട്ടുള്ള white color duck ആണ് ആര്? Donald Duck. Okay, DONALD Donald Duck. And the next one is Mickey Mouse. ആ മൗസ് ആരാണ്? മിക്കി മൗസ് ആണ്. മിക്കി മൗസിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാമോ? MICKEY
MOUSE, Mickey Mouse. Okay, and the next one is Pink Panther. പിങ്ക് കളറിലുള്ള പാന്തർ. പിങ്ക് പാന്തറിന്റെ വീഡിയോസും നിങ്ങൾ കണ്ടു കാണും, കാർട്ടൂൺ കണ്ടു കാണും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കോമിക് സെക്ഷൻസ് ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കാർട്ടൂൺ ആണ് എന്ത്, പിങ്ക് പാന്തർ അല്ലെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കാൻ തന്നെ നല്ല രസമാണ് അല്ലെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പപ്പോയ്. പപ്പോയ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ എന്തുണ്ടായിരുന്നു, പപ്പായ് എന്ന് പറയുന്ന ക്യാരക്ടർ ദൂരദർശനിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഒരു കാർട്ടൂൺ ആയിരുന്നു ആ കാലത്ത്. പിന്നീട് അത് ഏത് രീതിയിൽ പബ്ലിഷ് ചെയ്തു എന്നത് അറിയത്തില്ല, എനിക്കറിയത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ചേട്ടന്മാരോടോ അച്ഛനോടോ ഒക്കെ ചോദിച്ചാൽ, അച്ഛനോടോ അമ്മയോടോ ഒക്കെ ചോദിച്ചാൽ അറിയാൻ സാധിക്കും. പപ്പായിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ POPEYE. ആൻഡ് പപ്പോയ് കഴിക്കാറുള്ളത് ഒരു പ്രത്യേകതരം ലീഫി ജ്യൂസ് ആണ്, അതാണ് അവരുടെ ആഹാരം. ഓക്കെ, നമ്മുടെ സ്പിനാച്ച് ആണെന്ന് തോന്നുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പുംപ. ആരാണ് പുംപ? PUMBA, പുംപ. ആൻഡ് ദ നെക്സ്റ്റ് വൺ റോഡ് റണ്ണർ. റോഡ് റണ്ണർ ഒരു കൊച്ചു പോലെയുള്ള എന്തോ ഒന്നാണ്. എനിക്ക് ആ കാർട്ടൂണിന് പരിചയമില്ല, ഞാൻ കണ്ടിട്ടില്ല മുമ്പ്. അയാളാണ് അവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ കൂട്ടത്തിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സമയം കിട്ടുമ്പോൾ എനിക്ക് വിളിച്ച് ആ കാർട്ടൂണിനെ പരിചയപ്പെടുത്തി തരണം. ROADRUNNER ആണ് റോഡ് റണ്ണറിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, അടുത്തത് സ്കൂബിഡു ആണ്. സ്കൂബിഡുവിനെ അറിയുമായിരിക്കും എന്ന് കരുതുന്നു. സ്കൂബിഡു ഒരു ഡോഗാണ്. അത് മറ്റേ ആ കാർട്ടൂണിലെ ബോയിന്റെ കൂടെ നടക്കുന്ന ഒരു പ്രധാന കഥാപാത്രമായ ഒന്നാണ് ആര്, സ്കൂബിഡു എന്ന് പറയുന്ന ക്യാരക്ടർ. ആൻഡ് സ്കൂബിഡുവിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ SCOOBYDOO, Scooby-Doo. Okay, and the next one is very interesting person. He is Spider-Man. അദ്ദേഹം ഒരു ക്യാരക്ടറാണ്. ഫിലിംസ് ഉണ്ട് അതിനെ ബേസ് ചെയ്ത്. അതുപോലെ തന്നെ എന്തുണ്ട്, അനിമേറ്റഡ് കാർട്ടൂൺസും ഉണ്ട്. സ്പൈഡർമാൻ SPIDERMAN, ഇതാണ് സ്പൈഡർമാന്റെ സ്പെൽസ്. ആൻഡ് സ്പൈഡർമാന്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഹി ക്യാൻ ത്രൂ നെറ്റ്സ്. അദ്ദേഹത്തിന് വല എറിയാൻ സാധിക്കും. ആ വലയിൽ കൂടെ അയാൾ എന്താണ് ചെയ്യുക, അതില് എങ്ങോട്ടാണ് എറിയുന്നത് അതിൽ പിടിച്ച് അദ്ദേഹം ബിൽഡിങ്ങിന്റെ മുകളിലോട്ടൊക്കെ കയറാനൊക്കെ ശ്രമിക്കും. എന്താണ് അങ്ങനെ വല എറിയാനുള്ള കഴിവ് ലഭിക്കാൻ കാരണം, അദ്ദേഹം 8 കാലികളെ പോലെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ഹ്യൂമൻ ആണ് അല്ലെ. ഏതോ ഒരു 8 കാലി കടിച്ച ശേഷം അത് ഇൻജെക്ട് ചെയ്ത ജ്യൂസിൽ നിന്ന് ബോഡിയിലേക്ക് അതിന്റെ എന്തൊക്കെയോ സവിശേഷതകളൊക്കെ കിട്ടി ഒരു സൂപ്പർ മാനായി മാറിയ, സൂപ്പർ പവറുള്ള മാനായി മാറിയ ഒരു പേഴ്സൺ ആണ് ഈ സ്പൈഡർമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് യഥാർത്ഥമല്ല, ഫിക്ഷൻ ആണ്, സയൻസ് ഫിക്ഷൻ ആണ്. ഓക്കെ, ആൻഡ് സൂപ്പർമാൻ. അടുത്തത് എന്താണ്, സൂപ്പർമാൻ ആണ്. സൂപ്പർമാൻ S എന്ന സിമ്പിളൊക്കെ ഉള്ള വളരെ ജിം ബോഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സൂപ്പർമാൻ്റെത്. അതും ഫിലിമായിട്ടും ചെയ്തിട്ടുണ്ട്, അനിമേറ്റഡ് കാർട്ടൂൺസും ഉണ്ട്. ആൻഡ് സൂപ്പർമാന്റെ സ്പെല്ലിംഗ് SUPERMAN. സൂപ്പർമാനെ പറക്കാനൊക്കെ കഴിയും. സ്പൈഡർമാനും എന്താണ് ഹൈറ്റുള്ള ഇതിലോട്ടൊക്കെ പിടിച്ചു കയറുകയൊക്കെ ചെയ്യും കേട്ടോ, നമ്മളെ പോലെയല്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓൾസോ എ ഇൻട്രസ്റ്റിംഗ് കാർട്ടൂൺ, ദാറ്റ് ഈസ് ടോം ആൻഡ് ജെറി. എല്ലാവർക്കും അറിയും അല്ലെ, ഈ കൂട്ടത്തിൽ ആർക്കും ടോം ആൻഡ് ജെറിയെ അറിയാത്തതില്ല. എന്താണ്, ടോം ഒരു ക്യാറ്റും ജെറി ഒരു മൗസുമാണ്. ആൻഡ് അവരെന്താണ് ഓൾമോസ്റ്റ് ടൈംസിലും എങ്ങനെയായിരിക്കും, ഭയങ്കര അടിയായിരിക്കും അല്ലെ. ഒരാള് തുടർന്നുകൊണ്ടിരിക്കും. മോസ്റ്റ് ടൈമിലും ആരാണ്, ആ ക്യാറ്റ്, അതായത് ടോം ആണ് ആരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ജെറി എപ്പോഴും അതിൽ നിന്ന് എസ്കേപ്പ് ആയി പോയിക്കൊണ്ടിരിക്കും അല്ലെ, തിരിച്ചെന്തെങ്കിലുമൊക്കെ പണി കൊടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ട്വീറ്റി ബേർഡ്. ട്വീറ്റി ബേർഡിനെ അറിയാലോ, യെല്ലോ കളറിൽ വലിയ ഹെഡൊക്കെ ഉള്ള ട്വീറ്റി ബേർഡ്. നമ്മുടെ സ്കൂളിൽ അതിന്റെ പിക്ചറൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. TWEETYBIRD, ഇതാണ് ട്വീറ്റി ബേർഡിന്റെ സ്പെല്ലിംഗ്. TWEETYBIRD, ട്വീറ്റി ബേർഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കാസ്പർ. കാസ്പർ എന്ന് പറയുന്നത് ലെഗ്സ് ഒന്നും ഇല്ലാത്ത പറക്കാൻ കഴിയുന്ന മായാവി പോലുള്ള ഒരു ചെറിയ രൂപമാണ്. വൈറ്റ് കളറിലാണ് അതുള്ളത്. ആൻഡ് അതിന്റെ സ്പെൽസ് വന്നിട്ട് CASPER, കാസ്പർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മൗഗ്ലി. മൗഗ്ലിനെ അറിയില്ലേ, ജംഗിൾ ബുക്കിലൊക്കെ ഉള്ള ക്യാരക്ടറാണ് ആര്, മൗഗ്ലി. മൗഗ്ലി കാർട്ടൂൺസ് ഉണ്ട്, മൗഗ്ലി സ്റ്റോറീസ് ഉണ്ട്, മൗഗ്ലി ഫിലിമും ഉണ്ട് അല്ലെ. മൗഗ്ലിന്റെ സ്പെല്ലിംഗ് എന്താണ്, MOWGLI. എങ്ങനെയാണ് മൗഗ്ലി എന്നുള്ള ക്യാരക്ടറിന് എങ്ങനെയാണ് നമുക്ക് അറിയുക, മൗഗ്ലി എന്നുള്ള ക്യാരക്ടർ എന്തോ ഒരു ആക്സിഡന്റിൽ കാട്ടിനകത്ത് പെട്ടുപോയ, ചെറുപ്പത്തിൽ തന്നെ പെട്ടുപോയ ഒരു
നോർമൽ ഹ്യൂമൻ ആണ്. ആൻഡ് കാട്ടിനകത്ത് പെട്ടുപോയത് കാരണം മൃഗങ്ങളുടെ പരിചരണത്തോടെ വളരുകയും അവരുമായിട്ട് അവരുടെ സ്വഭാവം അവരെ കണ്ടു വളരുന്നതുകൊണ്ട് അവരുടെ സ്വഭാവത്തിലോട്ട് മാറുകയും ചെയ്ത് അങ്ങനെ ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയി മാറുന്നതാണ് മൗഗ്ലി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്പോഞ്ച് ബോബ്. സ്പോഞ്ച് ബോബിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ SPONGEBOB. സ്പോഞ്ച് ബോബ്. സ്പോഞ്ച് ബോബ് യെല്ലോ കളറാണ്, ലെഗ്സ് ഒക്കെ ഉള്ള ഒരു സ്ക്വയർ പെട്ടി പോലെ അല്ലെങ്കിൽ സമചതുരം പോലുള്ള ഒരു ആകൃതിയിലുള്ള സ്ക്വയർ പോലുള്ള ഒരു രൂപമാണ് സ്പോഞ്ച് ബോബിനുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഷേർഖാൻ. ഷേർഖാൻ എന്ന് പറയുന്നത് ഒരു ഷേർ തന്നെയാണ്. ആൻഡ് അതിന്റെ കളർ എന്താണ്? ഓറഞ്ചിഷ് കളറാണ്, ബ്ലാക്ക് ലൈൻസ് ഒക്കെ മേലെയുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടർ. അതിന്റെ സ്പെല്ലിംഗ് എന്താണ്? SHERKHAN. ഷേർഖാൻ. ഓക്കെ, ഇത്രയും കാർട്ടൂൺസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പരിചയപ്പെട്ടത്. ഇതിലും കൂടുതൽ കാർട്ടൂൺസ്, ഇനിയും വൈഡ് വെറൈറ്റി ഓഫ് കാർട്ടൂൺസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ചേട്ടന്മാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചും ടിവിയിലൂടെ കണ്ടുമൊക്കെ അറിയുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. നമ്മൾ ഇത്രയുമേ പഠിക്കുന്നുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് കാർട്ടൂൺസിൽ പഠിക്കാനുള്ളത്. ഈ പേരുകളൊക്കെ പഠിക്കുക, ആ ക്യാരക്ടറുകളൊക്കെ ടിവിയിൽ കാണാൻ ശ്രമിക്കുക. ബൈ ബൈ.